ഓം ശ്രീ വിഷ്ണുമായേ നമഃ. ആഗ്രഹ സാഫല്യത്തിനും സന്താനഭാഗ്യത്തിനും സാമ്പത്തിക അഭിവൃദ്ധിക്കും എല്ലാമാണ് വിഷ്ണുമായ സ്വാമിയെ അഥവാ പൊന്നുണ്ണി വിഷ്ണുമായ സ്വാമിയെ ആരാധിക്കുന്നത്. സ്വാത്വിക ഭാവമായിട്ടാണ് പൊന്നുണ്ണി വിഷ്ണുമായ ഭാവത്തെ കാണുന്നത്. ക്ഷിപ്രപ്രസാദിയായിട്ടുള്ള ഈ ദേവത പെട്ടെന്ന് അനുഗ്രഹിക്കുന്ന ഒരു ദേവതയാണ്. സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും എളുപ്പം ഉപാസന ചെയ്യാവുന്ന ഒരു ദേവത എന്ന സവിശേഷത കൂടിയുണ്ട്. ആർക്കും ഒരു ദോഷവും വരുന്നൊരു കാര്യത്തിനും വിഷ്ണുമായ സ്വാമിയെ ഉപയോഗിക്കാതിരിക്കുക. ക്ഷിപ്രപ്രസാദിയായും മുൻകോപിയുമായിട്ടാണ് ഈ ദേവതയെ കണക്കാക്കുന്നത്. ധാർമ്മികമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപാസന ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് അനുഗ്രഹം വന്നു ചേരുന്നതുമാണ്. ശാന്തരായിരിക്കുവാനുള്ള ഒരു മുറിയുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുവാൻ തിരഞ്ഞെടുക്കുക. അതിരാവിലെയുള്ള ഒരു സമയം തിരഞ്ഞെടുത്ത് പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ രാത്രി 8 മണിക്ക് ശേഷമുള്ള പ്രാർത്ഥന വളരെ നല്ലതാകുന്നു. പ്രാർത്ഥിക്കുന്ന മുറിയിൽ അല്പം നെല്ലും അരിയും വെക്കുന്നത് പെട്ടെന്ന് ഗുണം ചെയ്യുവാൻ സഹായമായി തീരുന്നു. രക്ഷ നേടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് സ്വാമി രക്ഷകനാവുകയും അവരുടെ ശത്രുവിന് സർവനാശകനായി സ്വാമി മാറുകയും ചെയ്യുന്നു. ബ്രാഹ്മണ്യ പൂജ ഏറ്റുവാങ്ങുമ്പോൾ ശാസ്താവ് എന്നറിയപ്പെടുന്നു. ഈ ദേവത ആദ്യ ദ്രാവിഡ ദേവത എന്നറിയപ്പെടുന്നു. ആരാധിച്ചാൽ സാധാരണ മനുഷ്യർക്ക് സാധിക്കാത്ത അത്ഭുത കാര്യങ്ങൾ കാണിക്കുവാൻ ഉപാസകന് സാധിച്ചെന്നു വരും. 41 ദിവസം വ്രതം നോക്കി സ്വാമിയെ ഉപാസിക്കുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാവുക തന്നെ ചെയ്യും. ഒരു മന്ത്രം ഞാനിവിടെ കൊടുക്കുന്നു. ഓം നമ ശ്രീ ശിവരൂപായ ദണ്ഡഹസ്തായ അഭയസ്വരൂപായ വിഷ്ണുമായ സ്വാമിനേ നമ. ഓം ശ്രീ ശിവരൂപായ ദണ്ഡഹസ്തായ അഭയസ്വരൂപായ വിഷ്ണുമായ സ്വാമിനേ നമ. ഓം നമ ശ്രീ ശിവരൂപായ ദണ്ഡഹസ്തായ അഭയസ്വരൂപായ വിഷ്ണുമായ സ്വാമിനേ നമ. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് കൂടി ചെയ്ത് ബെൽ ഐക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ തുടർന്നും ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.